സൂപ്പർ ഫുഡിൻ്റെ ലോകത്തെ താരമാണ് ചിയാസിഡ്. നാരുകൾ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിവയാൽ സമ്പുഷ്ടമായതിനാൽ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ഇത് എന്നതിൽ തർക്കമില്ല. എന്നാൽ ചില പ്രത്യേക ശാരീരിക അവസ്ഥകളുള്ളവർ ചിയാസീഡ് കഴിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഗ്യാസ് തുടങ്ങിയവയുള്ളവർ ചിയാസീഡ് കഴിച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നം കൂടാനുള്ള സാധ്യതയുണ്ട്. രക്തം നേർപ്പിക്കുന്ന മരുന്ന് കഴിക്കുന്നവർ, ഹൃദയത്തിൻ്റെയോ മറ്റുമായി രക്തം നേർപ്പിക്കുന്ന മരുന്ന് കഴിക്കുന്നവർ ചിയാസീഡുകളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ രക്തം നേർപ്പിക്കാനുള്ള സ്വാഭാവിക ശേഷിയുള്ളവയാണ്. ഇത് മരുന്നിനൊപ്പം കൂടി കഴിച്ചാൽ രക്തസ്രാവത്തിനുള്ള സാധ്യത വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. BP കുറഞ്ഞവർ, ഇതിലടങ്ങിയിരിക്കുന്ന ആൽഫോലിനിക് ആസിഡും പൊട്ടാസ്യവും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഓൾറെഡി BP കുറവുള്ളവർ വീണ്ടും ചിയാസീഡ്സ് കഴിച്ചാൽ BP നന്നായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. തലകറക്കം, ക്ഷീണം, ബോധക്ഷയം എന്നിവയുണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. വൃക്കകളുടെ പ്രവർത്തനം കുറഞ്ഞവരോ ഡയാലിസിസ് ചെയ്യുന്നവരോ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ കൂടിയ അളവിൽ പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവ ഉയർന്ന അളവിലുണ്ട്. ഇത് തകരാറായ വൃക്കകൾക്ക് ധാതുക്കളെ രക്തത്തിൽ നിന്നും നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. ചില വിത്തുകളോട് ആളുകൾക്ക് അലർജി ഉണ്ടാവാം. കടുക്, എള്ള്, ഫ്ലാക്സ് സീഡ്സ് എന്നിവ അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ചിയാസീഡ്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ ചിയാസീഡ്സ് വെള്ളത്തിലിട്ട ശേഷം മാത്രം കഴിക്കുക, അല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്.